തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 പാർട്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 31st ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. UGC നെറ്റിലെ പേപ്പർ 1-ലെ വൈ പാറ്റേണിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈ പാറ്റേണിലെ 31th ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ കോർഡിനേറ്റർ ഓഫ് സ്വയം കോഴ്സ് ഫോർ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ. Here the answer is UGC. Okay, next ഒരു problem ആണ്. A motorboat covers certain distance downstream in 5 hours but it takes but it takes 6 hours to return upstream to the starting point. If the speed of the stream be 4 km per hour, then what is the speed of the motorboat in still water? Here no problem and solve ചെയ്ത് വരുമ്പോൾ നമുക്ക് 44 km per hour ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പോപ്സ്? പോപ്സിൻ്റെ ഫുൾ ഫോം ആണ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂറ്റൻസ്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ് റാങ്ക്ഡ് ഫ്രം സ്ലോവസ്റ്റ് ടു ഫാസ്റ്റസ്റ്റ് ഇൻ ടേം ഓഫ് ആക്സസ് ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി നമ്മൾ ഫാസ്റ്റ് തൊട്ടിട്ട് സ്ലോ എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് ഏതെന്നറിയാം, CPU ക്യാഷ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വരും അതിൻ്റെ CPU-നേക്കാളും കുറച്ച് സ്ലോ ആയിട്ട് വരുന്നതാണ് റാം. ഓക്കെ, ദെൻ റാം കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് വരുന്നതാണ് SSD, ദെൻ ഒപ്റ്റിക്കൽ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്ലോവസ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡ്രൈവ് ആണ്. ദെൻ SSD, റാം ആൻഡ് ദ ലാസ്റ്റ് വൺ CPU ക്യാഷ്. ഓക്കെ, അപ്പോൾ ഹിയർ ഓപ്ഷൻ നമ്പർ 1 ഈസ് ദി റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദെൻ 35th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് ആൻഷ്യൻ ട്രീറ്റീസും അതിൻ്റെ ഓതേഴ്സിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമുക്കറിയാം അർത്ഥശാസ്ത്ര എന്ന് പറയണമെങ്കിൽ അർത്ഥശാസ്ത്രം ആരാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രം നമുക്ക് നോർമലി കോമൺ ആയിട്ട് അറിയുന്നതാണ് ചാണക്യാണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി വരുന്നത് 1 ആയിട്ടുള്ള ആൻസേഴ്സ് ഇതിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് 1ഉം 2ലും നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ രണ്ടെണ്ണം നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലാണ് ഏത് വരണേന്നുള്ളത് നോക്കാം. ദെൻ സൂത്രാസ്, ന്യായസൂത്രാസ് കണ്ടുപിടിച്ചത് ആരാണ്, എഴുതിയത് ആരാണ്? പതഞ്ജലീസ് ആണ് അല്ലേ? പതഞ്ജലീസ് അല്ല, സോറി, ഗൗതമാണ് ന്യായസൂത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ C2 എന്ന് പറയുന്നതും കിട്ടി. പക്ഷെ രണ്ട് കേസിലും C2ഉം D1ഉം ഉണ്ട്. അപ്പോൾ ഇനി എയും ബി ആണ് നമുക്ക് കൺഫ്യൂഷൻ വരുത്തിക്കുന്നത്. അത് നോക്കാം. എയും ബിയിൽ യോഗ സൂത്ര കണ്ടുപിടിച്ചത്, യോഗ സൂത്രയുടെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? യോഗ സൂത്ര എന്ന് പറയുന്നത് പതഞ്ജലീസ് ആണ്. പതഞ്ജലീസിനെയാണ് യോഗ വരുന്നത്. ദെൻ ലീലാവതി എന്ന് പറയുന്നത് ആരാണ്? ഭാസ്കരാചാര്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36th ക്വസ്റ്റ്യനും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 36th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ യൂസും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ടു ഇൻപുട്ട് വോയിസ് ഓവേഴ്സ് ഫോർ എ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് മൈക്കുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോയിസ് ഓവർ പ്രസൻറ്റ് ചെയ്യാനാണ് അല്ലേ? മൈക്ക് നമുക്ക് സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ നല്ല വോയിസിൽ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എ എന്നുള്ളത് 3 എന്നുള്ള ഓപ്ഷൻ ഇതിൽ ഏതാന്ന് നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. ദെൻ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ടു ഇൻപുട്ട് എ പിന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരു നമ്പർ പാഡ് വരുമ്പോഴാണ് നമ്മൾ പിന്നുകൾ ഇൻപുട്ട് ചെയ്യുന്നത്. ടു സെലക്ട് ഓപ്ഷൻ ഫ്രം എ മെനുവിൽ നിന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഭയങ്കര ഈസി ആയിട്ടുള്ള ലോജിക്കാണ് അല്ലേ? എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? മൗസാണ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡീത്ത് ഓപ്ഷൻ ടു ഓപ്പറേറ്റ് എ ഫ്ലൈറ്റ് സ്റ്റിമുലേറ്ററിങ്. ഇതിൽ ബാക്കി വന്നിരിക്കുന്ന ആരാളാണ്? ജോയ്സ്റ്റിക് ആണ് ഇതിൻ്റെ ജോയ്സ്റ്റിക് ആണ്
ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു 36th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 37th ക്വസ്റ്റ്യൻ. Knowing that you find algebra more difficult than your sister does, but that you could improve with practice is an example of. അതായത് ഇപ്പം നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കും അല്ലേ, നമുക്കത് ചെയ്തെടുക്കാനായിട്ടും അവരെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഹോംവർക്കൊക്കെ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള അതിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ്. അത് നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ 10th പഠിച്ച കാര്യങ്ങൾ അപ്പാടെ മറന്നു എന്ന് വെച്ചാൽ നമുക്കത് എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്ര രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഇത് ഏത് തരത്തിലുള്ളതാണ് വരുന്നത്? ഇവിടെ വരുന്നത് ആൻസർ മെറ്റാകോഗ്നിഷൻ ആണ്. അതായത് ഓർത്തെടുത്തെടുക്കുക, ബുദ്ധിക്ക് അതീതമായതിനെ ഓർത്തെടുത്തിട്ട് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്യാണ് അവരെ. നമുക്ക് പഠിച്ചെടുത്ത കാര്യങ്ങൾ, മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് എന്താണ് ചെയ്യാനായിട്ട്, അതായത് ഡെയിലി ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലുള്ളതാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 30th ക്വസ്റ്റ്യൻ. എ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് എ കമ്പ്യൂട്ടർ സിഗ്നൽ കമ്പ്യൂട്ടേഴ്സ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിന് അനലോഗ് സിഗ്നൽസിലേക്ക് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ കമ്പ്യൂട്ടറിലെ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ 39th ക്വസ്റ്റ്യൻ. 39th ക്വസ്റ്റ്യൻ ഓക്കെ, അബ്രിവേഷനും അതിൻ്റെ മീനിങ്സും ആണ്. ET.AL എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ആൻസർ? ആൻഡ് അതേഴ്സ് ആണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ദെൻ ANTE.കോമ ഇത് ഏതാണ് വരുന്നത്? ബി വരുന്നത് ബിഫോറിനെ അബ്രിവേഷൻ ആണത്. ദെൻ CF.കോമ എന്ന് പറയുന്നത് ഏതിൻ്റെ അബ്രിവേഷൻ ആയിട്ടാണ് വരുന്നത്? കമ്പയർ ചെയ്യാനാണ് നമ്മൾ CF യൂസ് ചെയ്യുന്നത്. ദെൻ IBID.കോമ എന്ന് പറയുന്നത് ലാസ്റ്റ് പറയുന്നത് സെയിം പ്ലേസ് ആണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2 ഈസ് ദി റൈറ്റ് ആൻസർ 39th ക്വസ്റ്റ്യൻ്റെ. Then 14th question. According to National Credit Framework NCTF, after obtaining bachelor's degree honors, research or engineering of program during 4 years, the credit level is. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ കുട്ടികൾക്ക് ആൻസർ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും, കാരണം 6 ആണ് നമ്മുടെ ക്രെഡിറ്റ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. ബാച്ചുലർ ഡിഗ്രിയുടെ ക്രെഡിറ്റ് സിസ്റ്റം, പുതിയ രീതിയിൽ ക്രെഡിറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത് 6 ആണ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത് 40th ക്വസ്റ്റ്യൻ്റെ. ദെൻ 41th ക്വസ്റ്റ്യൻ. ഇവിടെ വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് A to D നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അബൌട്ട് കമ്പ്യൂട്ടർ മെമ്മറി സൈസ് ഇതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ട്രൂ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. സൈസ് ട്രൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 25 KB ഈസ് ലാർജർ ദാൻ 100 MB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ബി ആണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ അറിയാം MB എന്ന് പറയുന്നത് 50 GB-നേക്കാളും ലാർജർ ആണെന്നാണ്, അതും തെറ്റാണ്. ദെൻ അടുത്തത് ഓക്കെ, ദെൻ സീത്ത് ഓപ്ഷൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 3500 KB സ്മോളർ ദാൻ 2 GB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 GB-നേക്കാളും സ്മോളർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്തായാലും തെറ്റാണ് അല്ലേ. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ A-Bയും ഫോൾസ് ആണ് കണ്ടു. ദെൻ 3500 KB സ്മോളർ ദാൻ 2 GB അത് കറക്റ്റ് ആണല്ലേ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 2350 ബൈറ്റ് ഈസ് സ്മോളർ ദാൻ 2 KB എന്നാണ്. അപ്പോൾ 1 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 1000 ആണ്, 1000 ബൈറ്റ്സ് ആണ്. ഒരു KB എന്ന് പറയുന്നത് 1000 ബൈറ്റ്സ് ആണ്. അപ്പോൾ 2 KB എന്ന് പറയുമ്പോൾ 2000 ആണ് അല്ലേ. ഇപ്പോൾ സ്മോളർ ദാൻ എന്ന് പറയുമ്പോൾ 2 KB എന്ന് പറയുന്നത് 2000 ബൈറ്റ് ആണ് അല്ലേ.
2350 എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആയില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ സി ആണ്, ഓപ്ഷൻ സി മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Then next question, mind to mind communication involve the communication of meaning through മൈൻഡ് ടു മൈൻഡ് ആണ് അല്ലേ. അപ്പോൾ അത് ടെലിപ്പതി രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മൈൻഡ് ടു മൈൻഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തൊക്കെ വേണം, ഫിസിക്കൽ സിറ്റിങ്സ് വേണം, ദെൻ എന്താണ് ഷെയർഡ് ബിലീവ്സ് വേണം വേണ്ടേ, ദെൻ നമുക്ക് എന്താണ് വരുന്നത് വാല്യൂസ് വേണം, ദെൻ ലാസ്റ്റ് വൺ കോണ്ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 3 ആണ് 42ൻ്റെ ആൻസർ വരുന്നത് എ ബി സി ആൻഡ് ഡി ഈസ് ദി റൈറ്റ് ആൻസർ. Then 43rd question, which are the following approaches of the study of reality suggest that only knowledge gained through experience and the sense is acceptable? Here the answer is 43യുടെ ആൻസർ എന്താ വരുന്നത്, എത്നോഗ്രഫി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 44th ക്വസ്റ്റ്യൻ, ഒരു ഇൻക്രീസിങ് ഓർഡർ എന്താ കാൻറ്റേഷൻ്റെ ഓർഡറിൽ അതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കാൻറ്റേഷനിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ആരാണ്, 44th ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് എന്ത് വരും, അത്ലറ്റ് ആണല്ലേ, അത്ലറ്റ്, ദെൻ ബോൾ പ്ലെയർ, ബേസ്ബോൾ പ്ലെയർ, ലാസ്റ്റ് ഫീൽഡർ. ഓക്കെ, ഓപ്ഷൻ 3 ആണ് 44, ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്, ഡി ബി സി എ. Then 45th question, which of the following are true about breeder reactors? ബ്രീഡർ റിയാക്ടേഴ്സിൽ ഏതൊക്കെയാണ് ശരി എന്നാണ്. They produce more fissile material than they consume. പിന്നെയോ there are 2 types, അതായത് ഫാസ്റ്റ് ആൻഡ് സ്ലോ ബ്രീഡർ റിയാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ ഏതാ കറക്റ്റ് ആയിട്ട് തോന്നുന്നത്, D3. For breeding operations, the conversion ratio should be more than 1. Okay, so these 3 are the right one. So the option is A, C, D. Then 46th question തൊട്ടിട്ട് 15th question വരെ നമുക്ക് റീഡ് ചെയ്ത് പാസേജ് റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പാസേജ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ദ ഗ്ലോബൽ സെൻറ്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജംഗാർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ 47th question, 46, okay, 47th question, according to the World Health Organization report, the percentage of the world population that use traditional medicine systems in some way or other is, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പാസേജിൽ തന്നെ അവർ തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80% ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ പാസേജ്. അപ്പോൾ ഇതിൽ ഒരു എന്താണ്, ഒരു സ്റ്റഡീനെ കുറിച്ചിട്ടാണ് പറയുന്നത്, റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ അത് അലോപ്പതിനെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ച് ഹോമിയോപ്പതി എല്ലാത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡിങ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ തന്നെയാണ്. അപ്പോൾ 48th ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. Then 49, which of the following facts about traditional Indian medicine system are false? ഇതിൽ ട്രഡീഷണലിൽ ഫോൾസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഇവിടെ ഈച്ച് സിസ്റ്റം ഈസ് യൂണിക് ആണെന്ന് നമുക്കറിയാം അല്ലേ, അത് കറക്റ്റാണ്. ദ ഇൻക്ലൂഡ് ആയുർവേദ, ന്യൂറോപ്പതി, യോഗ, യുനാനി, ഇതെല്ലാതും അതിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ പാരഗ്രാഫിൽ ഇവിടെ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു, കണ്ടു, കറക്റ്റ് അത് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ മോഡേൺ ഹെൽത്ത് സയൻസ് പ്രൊസീഡ് ദെൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളതിൽ കണ്ടിട്ടില്ല എല്ലാം, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ഈച്ച് സിസ്റ്റം ഹാസ് എസെൻഷ്യൽ സിമിലർ ഫിലോസഫി, സിമിലർ അല്ല, യുണീക്ക് ആയിട്ടുള്ള ഫിലോസഫിയാണ് വരുന്നത്, സിമിലർ ഫിലോസഫി അല്ല. സോ ആൻസർ ഈസ് സി ആൻഡ് ഡി ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പേപ്പർ 1-ലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മെനി കൺട്രീസ് ഓഫ് ദ വേൾഡ് മെഡിക്കൽ പ്ലൂറിസം ഈസ് നോൺ ബിക്കോസ്
No single system of medicine can single-handedly address all health concerns. Okay, these are the answers. അപ്പോൾ 1, 2, 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിരിക്കുന്നത്. ആൻസർ ചെയ്ത് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.